നമസ്കാരം. നമസ്കാരം. വീണ്ടും കുറച്ച് നാളിന് ശേഷം ഞാനൊരു വ്ളോഗ് ചെയ്യുവാണ്. ഇന്ന് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകല്ല. ഇവിടെ അടുത്ത് നമ്മുടെ ഹാൾട്ടൺ പോലീസ്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഓക്വിൽ എന്നാണ്. ഓക്വിൽ ഹാൾട്ടൺ റീജിയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ഹാൾട്ടൺ പോലീസിൻ്റെ ഒരു പരിപാടിയുണ്ട്. അവരുടെ ആനുവൽ ഡേ, ഹാൾട്ടൺ പോലീസിൻ്റെ ആനുവൽ ഡേ. പബ്ലിക് എല്ലാം ഇൻവൈറ്റഡ് ആണ്. നമ്മുടെ തൊട്ടപ്പുറത്താണ്, നമുക്കിവിടെ 1 കിലോമീറ്റർ പോലും ഇല്ല അല്ലേ, തൊട്ടടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ സമ്മറായി, അപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇവിടെ ഈ അൾട്രാ വയലറ്റ് റേസ് നല്ല കൂടുതലാണ് ഈ കാനഡയിൽ. അപ്പോൾ നല്ല എക്സ്ട്രീമാണ് അൾട്രാ വയലറ്റ്. അപ്പോൾ സമ്മറിലൊക്കെ നമ്മൾ ഈ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളും വരും സ്കിന്നിന്. എന്താ സത്യമല്ലേ? ആണോ? ഞാനങ്ങനെ അധികം ഇടാറില്ലായിരുന്നു. പിന്നെ ഇവളെന്നെ നിർബന്ധിക്കും. അല്ല, നേരത്തെ ഞാനൊന്നും ഇടത്തില്ലായിരുന്നു. നാച്ചുറൽ ബ്യൂട്ടി ആയിരുന്നല്ലോ മൈ ബോഡി, മൈ സ്കിൻ. അപ്പോൾ അപ്പോൾ ഈ ഇതൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് നല്ല വെയിലുണ്ടല്ലോ. പിന്നെ സമ്മറിൽ ഇതൊക്കെ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങാൻ കേട്ടോ എല്ലാവരും. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോ? ഇപ്പം നമ്മൾ കുറച്ച് പേരുണ്ട്, നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. ഇന്ന് നമ്മളോട് അശ്വതി ഉണ്ട്, നമ്മുടെ ശരത് പ്രസാദ് റിയൽട്ടറിൻ്റെ ഭാര്യ. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരു കോണ്ടോമിനിയമാണ് ഈ സൈഡിൽ. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് അവിടെയാണ്, ആ സൈഡിലാണ്. അപ്പോൾ ഇതാണ് ബ്രോണ്ടേ റോഡ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഈ അടുത്ത സിഗ്നലിലാണ് ഹാൾട്ടൺ പോലീസ് സ്റ്റേഷനല്ല, ഹാൾട്ടൺ പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മൾ നടന്ന് ഇവിടെ എത്തി. ഇതൊക്കെ ഈ ബ്രോണ്ടേ റോഡിൻ്റെ അടുത്തുള്ള കോണ്ടോമിനിയംസ് ആണ്. കാശിങ്ങി വാ കല്ലു വാ. ഇത് നമ്മുടെ ആ കമ്മ്യൂണിറ്റിയുടെ അടുത്തുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ പുതിയ ഡെവലപ്മെൻറ്റ് വരാനുള്ള പരിപാടിയാണ്. റീറ്റെയിൽ സ്റ്റോഴ്സൊക്കെയാണെന്ന് തോന്നുന്നു. ഇതുവരെ കൺസ്ട്രക്ഷൻ ഒന്നും ആരംഭിച്ചിട്ടില്ല. ഈ പൂ കണ്ടില്ലേ, ഇത് ഡാൻഡ്ലിയോൺസ് എന്നാണ് ഈ മഞ്ഞപ്പൂവിൻ്റെ പേര്. ഇത് നമ്മുടെ ഈ ലോണിലും ഒക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. നമുക്കിതൊരു ഭയങ്കര ശല്യമാണ് ഈ സമ്മറൊക്കെ ആകുമ്പോൾ ഇത് പറിച്ച് കളയാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിവിടെ നമ്മുടെ സ്പ്രിങ് സീസണിൽ വരും. വിൻ്റർ മാറി സ്പ്രിങ് ആകുമ്പോൾ കണ്ടുവരുന്നൊരു പൂവാണിത്. ജസ്റ്റ് 1 മാസമേ നിലനിൽക്കത്തുള്ളൂ, പിന്നെ അത് എല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ഈ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഉണ്ട്. ഇതിപ്പോൾ മുനിസിപ്പാലിറ്റി ഓഫ് ഹാൾട്ടൻ്റെ കുറേ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പാരാമെഡിക് ഉണ്ട്, പിന്നെ അപ്പുറത്ത് പോലീസുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഇവിടുന്ന് 1 കിലോമീറ്റർ ബാക്കിൽ ഫയർ സ്റ്റേഷനുണ്ട്. അപ്പോൾ എമർജൻസി സർവീസസ് എല്ലാം തൊട്ടടുത്തുണ്ട്. ഇതാണ് പാരാമെഡിക് സർവീസസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതാ ഇവിടെ ഈ ഓഫീസ്. നമ്മുടെ നാട്ടിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, പക്ഷേ ഇവിടെ ഓരോ റീജിയനാണ് ഓരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞങ്ങളുടെ സിറ്റി വരുന്നത് ഹാൾട്ടൺ റീജിയൻ്റെ അടിയിലാണ്. അപ്പോൾ ആ ഹാൾട്ടൺ പറയുന്നത് ഹാൾട്ടൺ പോലീസാണ്. ഇപ്പം മിസിസാഗ ബ്രാംപ്ടണൊക്കെ പീൽ റീജിയൻ്റെ കീഴിലാണ്. അപ്പോൾ അതിന് പീൽ പോലീസാണ് പറയുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഹാൾട്ടൺ സെൻറ്റർ ഫോർ ചൈൽഡ് കെയർ ഇതിൻ്റെ അടിയിൽ നിന്നും അവർ വരട്ടെ. ഞാനും കല്ലുവും കാശിയും നടന്നീ പോകുന്നു. അവർ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാം. പോലീസിന് മൊബൈൽ കമാൻഡ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറി കാണാം ഇവരുടെ സംഭവങ്ങളും പരിപാടികളൊക്കെ. ഒരു കാരവാൻ പോലുണ്ട്. ഇരിക്കാനല്ല, ജസ്റ്റ് കാണാനാണ്. അത് നല്ല തണുപ്പുണ്ട്. അവിടെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ഫുള്ള് മോണിറ്ററിങ് കേട്ടോ അവർ. ആ ബിൽഡിംഗ് ആണ് ഹാൾട്ടൺ പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവരുടെ പല പല സർവീസുകൾ കാണിക്കുന്നുണ്ട്. കോർട്ട് സർവീസസിൻ്റെ ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. എന്താ ഹാൾട്ടൺ പോലീസ് കോർട്ട് സർവീസസ്. അങ്ങനെ അവരുടെ പല വണ്ടികളും നമുക്ക് കയറി കാണാം. ഇതെല്ലാം പബ്ലിക്കിന് ഓപ്പൺ ആണ്.
കുട്ടികൾക്ക് കയറി കാണാൻ പറ്റും. പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഫുഡുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ ഇൻഫ്ലേറ്റബിൾസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് പോലീസുകാരെ കാണാം. ഇത് ശരിക്കുള്ള ഒറിജിനൽ പോലീസല്ല, ഇത് ഓക്സിലറി പോലീസാണ് അവർ പറയുന്നത്. ഇത് ഇതുപോലുള്ള ഇവൻറ്റും സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ ആളുകളെ കൺട്രോൾ ചെയ്യാനും പിന്നെ ഒറിജിനൽ പോലീസിനെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള പോലീസാണ് ഇവർ. ഈ ഒരു ഏരിയ ഈ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ മൊത്തം ഈ ഇൻഫ്ലേറ്റബിളാണ്, ഇങ്ങനെ ജമ്പ് ചെയ്യാനൊക്കെ ഉള്ളത്. എല്ലായിടത്തും ഭയങ്കര ക്യൂ ആണ്. ഇതിപ്പോൾ ഒന്ന് വെയിലായി സമ്മറായപ്പോഴത്തേക്കിന് എല്ലാവരും ചാടി ഇറങ്ങിയതാണ്. എന്തെങ്കിലും ചെറിയ പരിപാടി ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ. ഇതിപ്പോൾ ഫുൾ ഹാൾട്ടൺ പബ്ലിക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. OPP എന്ന് പറയുന്ന പോലീസാണ് നമ്മളെ ഹൈവേയിൽ ഓടിച്ചിട്ട് പിടിക്കുന്നത്. അവരുടെ വണ്ടിയാണത്. ഈ ഹൈവേയിലൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓവർ സ്പീഡിലൊക്കെ പോകുമ്പോഴൊക്കെ പുറകെ വന്ന് ലൈറ്റ് തെളിച്ച് കാണിച്ച് പിടിക്കുന്ന പോലീസുകാരാണ് ഇവർ. ഇപ്പോൾ ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഫുഡ് വാങ്ങിച്ച് കഴിക്കാനും ഒക്കെ ഉള്ളത് കുറേ ഫുഡ് സ്റ്റോളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, ഇത് പോലീസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. ഇവിടെ അവരുടെ സൈറ്റിന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സൈറ്റിൽ അപ്ലൈ ചെയ്ത് പോലീസിൽ കയറാൻ വേണമെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നാട്ടിലെ പോലെ പോലീസിൽ കയറണമെങ്കിലോ വേറെ ഗവൺമെൻറ് ജോലിക്ക് കയറണമെങ്കിലോ PSC ടെസ്റ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റ് നമുക്ക് അവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വെച്ചാൽ അവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം, ഇൻ്റർവ്യൂ കൊടുക്കാൻ ജോലി കിട്ടും. ഇത് ഹാൾട്ടൺ പോലീസിൻ്റെ ഫോറൻസിക് സർവീസസ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കുട്ടികൾക്ക് കാണിച്ചും പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് സംഭവങ്ങൾ. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇത് ഐസ്ക്രീം കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഐസ്ക്രീം ഇവിടെ അങ്ങാണ്. ഇവിടെ ലൈനിൽ നിൽക്കുക, നല്ല ചൂടും. പിന്നെ എന്തായാലും ഈ കാനഡയിൽ ഈ 5 മാസം മാത്രം കണ്ടുവരുന്നൊരു സംഭവമാണ് സമ്മർ. ബാക്കി എല്ലാ മാസവും തണുപ്പാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഇവിടെ, അല്ലേ? അപ്പോൾ ഈ കഴിക്കുന്ന ഐസ്ക്രീം എല്ലാം നമ്മൾ കാശ് കൊടുത്തല്ല, നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പോയിക്കോ പോലീസ് പേ ചെയ്തോളൂ. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആണ് ഐസ്ക്രീം. അത് വേറെ ഫുഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോയി കഴിച്ചിട്ട് പോലീസിന് പറ്റില്ല എഴുതായിരുന്നു, അല്ലേ? ഓ, അതെല്ലാം പോലീസിന് പറ്റില്ല എഴുതാവോ? വേണ്ട, അയച്ചു വേണ്ട, അവിടെ നോക്കിട്ടെ. ഡോണ്ട് ലീവ്. വാ, കുറച്ചു നേരത്തേക്ക് സന്തോഷിച്ചു, കുറച്ചു നേരം ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ടയർഡായോ റോസി? ടയർഡായോ റോസി? ആർ യു ടയർഡ്? നോ. കല്ലു. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ചുമ്മാ രസമുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത് പോലീസിൻ്റെ സേവനങ്ങളും എല്ലാം. ക്ഷീണിച്ചോ? പറഞ്ഞു പറ്റിച്ചു. ഇവിടെ ഭയങ്കര തിരക്കാണെന്നും പറഞ്ഞ് വണ്ടി കൊണ്ടുവരാൻ ഞങ്ങളെ നടത്തിച്ചു. നടക്കുന്നത് നല്ലതല്ലേ? പലപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും നടന്നു പോകുന്നേ. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് ഇരിക്കാനല്ലേ, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പരിപാടി. കൊള്ളാം, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ക്യൂ ആണ്. നല്ല വെയിലും ചൂടും. അതെ, ഒത്തിരി സമയം കളിക്കാനൊന്നും പറ്റില്ല. അതെങ്ങനെ? തണുപ്പാണെങ്കിൽ നല്ല തണുപ്പാന്ന് പറയും, ചൂടാണെങ്കിൽ നല്ല ചൂടാന്ന് പറയും. ചൂടോട് കൂടിയ തണുപ്പില്ല, നല്ല ആണോ? ചൂടോട് കൂടിയ തണുപ്പ്. ചൂടും പിന്നെ നല്ല കാറ്റൊക്കെ കൂടെ വരുമ്പോൾ. ഓക്കെ, ശരി. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പം അശ്വതി വൈകിട്ട്, ഇപ്പോൾ ശരത്ത് വൈകിട്ട് വരും അശ്വതിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അശ്വതി ബ്രോ, എന്തുകൊണ്ട് എങ്ങനെയുണ്ട് റിയൽ എസ്റ്റേറ്റ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഇച്ചിരി സ്ലോ ആണ്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഇച്ചിരി സ്ലോ ആണ് പൊതുവെ. ആണല്ലേ? അപ്പോൾ ശരി. അപ്പോൾ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ, നമുക്ക് ഈ വീഡിയോ ഇവിടെ ചേർത്താം. ബൈ പറ.
ബൈ.